തുറന്നുകിടക്കുന്ന കോഴിത്തുരുത്ത് സ്രൂയിസ് വഴി കണക്കൻകടവിൽ ഓരുവെള്ളം കയറുന്നതിനാൽ പുത്തൻവേലിക്കരയിൽ കുടിവെള്ളം മുടങ്ങുന്നു. എത്രയും വേഗം സ്രൂയിസ് പുനർനിർമ്മിച്ച് ഓരുവെള്ളം കയറുന്നത് തടയാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. അന്നമനട മേലടൂർ ജംഗ്ഷനിൽ പത്രവിതരണക്കാരനെ ഇന്ന് പുലർച്ചെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പ്ലാശ്ശേരി വീട്ടിൽ വർഗീസിനാണ് വെട്ടേറ്റത്. ആക്രമണത്തിൽ വർഗീസിന്റെ ഇടതു കൈയിലെ തള്ളവിരൽ പൂർണ്ണമായും അറ്റു. കൃത്രിമ പാരുകൾ സൃഷ്ടിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന 7 ഫൈബർ വള്ളങ്ങളും അനുബന്ധ സാധന സാമഗ്രികളും അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസും ചേർന്ന് പിടിച്ചെടുത്തു. വള്ളങ്ങൾക്ക് 3.10 ലക്ഷം രൂപ പിഴ ചുമത്തി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തുറന്നുകിടക്കുന്ന കോഴിത്തുരുത്ത് സ്രൂയിസ് വഴി കണക്കൻകടവിൽ ഓരുവെള്ളം കയറുന്നതിനാൽ പുത്തൻവേലിക്കരയിൽ കുടിവെള്ളം മുടങ്ങുന്നു. കണക്കൻകടവ് റെഗുലേറ്ററിനൊപ്പം ഓരുവെള്ളം കയറാതിരിക്കാനാണ് കോഴിത്തുരുത്തിൽ സ്രൂയിസ് കം ബ്രിഡ്ജ് നിർമ്മിച്ചത്. 4 കവാടങ്ങളുള്ള സ്രൂയിസ് വേലിയേറ്റ സമയത്ത് അടയ്ക്കുകയും വേലിയിറക്ക സമയത്ത് തുറക്കുകയും ചെയ്യും. 4 കവാടങ്ങളുള്ള സ്ലൂയിസ് വേലിയേറ്റ സമയത്ത് അടയ്ക്കുകയും വേലിയിറക്ക സമയത്ത് തുറക്കുകയും ചെയ്യും. കൂടാതെ ചാലക്കുടിയാർ ഡാമിൽ നിന്ന് വെള്ളം വരുമ്പോഴും മഴ പെയ്ത് വെള്ളം നിറയുമ്പോഴും സ്ലൂയിസ് തുറന്ന് അധിക ജലം ഒഴുക്കിക്കളയുകയാണ് പതിവ്. എന്നാൽ കുറേ കാലമായി കോഴിത്തുരുത്തിൽ നിർമ്മിച്ച പലക കൊണ്ടുള്ള ഷട്ടർ തകർന്നു കിടക്കുകയാണ്. തകർന്ന ഷട്ടർ വഴി ഉപ്പ് കയറാതിരിക്കാൻ മണൽച്ചാക്ക് നിറച്ച് അടയ്ക്കും. ഈ വർഷം മണൽ ബണ്ട് നിർമ്മാണം പൂർത്തിയായിട്ടും സ്ലൂയിസ് അടച്ചിട്ടില്ല. 4 കവാടങ്ങൾ ഉള്ളതിൽ 2 എണ്ണമാണ് മണൽച്ചാക്ക് വെച്ച് അടച്ചിട്ടുള്ളത്. സ്ലൂയിസ് മുഴുവനായി അടച്ചാൽ മണൽ ബണ്ട് പൊട്ടുമോ എന്ന ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭയമാണ് മണൽച്ചാക്ക് ഉപയോഗിച്ച് കവാടങ്ങൾ മുഴുവനായി അടയ്ക്കാത്തതെന്നാണ് നാട്ടുകാർ പറയുന്നത്. എത്രയും വേഗം സ്ലൂയിസ് പുനർനിർമ്മിച്ച് ഓരുവെള്ളം കയറുന്നത് തടയാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ അധികൃതരോട് ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, മാള. അന്നമനട മേലടൂർ ജംഗ്ഷനിൽ പത്രവിതരണക്കാരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പ്ലാശ്ശേരി വീട്ടിൽ വർഗീസിനാണ് വെട്ടേറ്റത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. ആക്രമണത്തിൽ വർഗീസിന്റെ ഇടതു കൈയിലെ തള്ളവിരൽ പൂർണ്ണമായും അറ്റുപോയി. അന്നമനട മേലടൂർ ജംഗ്ഷനിൽ പത്രവിതരണക്കാരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഇന്ന് വെളുപ്പിന് 3 മണിക്കാണ് നാടിനെ നടുക്കിയ സംഭവം. പത്രം വിതരണം ചെയ്യുന്ന പ്ലാശ്ശേരി വീട്ടിൽ 62 വയസ്സുള്ള വർഗീസിനെയാണ് മോട്ടോർ സൈക്കിളിൽ വന്ന ഒരാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വർഗീസിന്റെ ഇടതു കൈയിലെ തള്ളവിരൽ മുറിഞ്ഞു പോയിട്ടുണ്ട്. വലതു കൈയിനും താടിക്കും പരിക്കുണ്ട്. പുലർച്ചെ ജംഗ്ഷനിൽ പത്രക്കെട്ടുകൾ തരംതിരിക്കുന്നതിനിടെ ബൈക്കിലെത്തിയ മുഖംമൂടി ധരിച്ചയാളാണ് വർഗീസിനെ ആക്രമിച്ചത്. ഈ സമയം വർഗീസിനൊപ്പം മറ്റു 2 പത്രവിതരണക്കാർ കൂടി സ്ഥലത്തുണ്ടായിരുന്നു. അവരെ ബലമായി തള്ളിമാറ്റിയ ശേഷമാണ് അക്രമി വർഗീസിനെ വെട്ടിയത്. ഉടൻ തന്നെ വർഗീസിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യക്തിവൈരാഗ്യമാണോ അതോ മറ്റു കാരണങ്ങളാണോ ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല. സംഭവത്തിൽ മാള പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. മീഡിയ ടൈം, മാള. ചാലക്കുടി വിജയരാഘവപുരത്തെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി മുഖം മൂടിധാരി. വിജയരാഘവപുരം ITIക്ക് സമീപം വെളുപ്പിന് 4 മണിയോടെയാണ് ഇയാളെ കണ്ടത്. മുഖംമൂടി ധരിച്ച് കയ്യിൽ വാളിന് സമാനമായ രീതിയിലുള്ള ആയുധവുമായാണ് ഇയാളെ പരിസരവാസികൾ കണ്ടത്. വീട്ടുകാരൻ പിന്തുടർന്നെങ്കിലും അജ്ഞാതൻ ഓടിമറഞ്ഞു. സമീപത്തെ വീടുകളിലെ CCTV പരിശോധിച്ചതിൽ നിന്നാണ് അജ്ഞാതന്റെ വീഡിയോ ദൃശ്യം ലഭ്യമായത്. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വാസുപുരം നെല്ലിപ്പറമ്പിൽ പിക്കപ്പ് വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വയോധികന് ദാരുണാന്ത്യം. വാസുപുരം വെള്ളായിക്കുടത്ത് 66 വയസ്സുള്ള അപ്പു എന്ന ഗോപിയാണ് മരിച്ചത്. മറ്റത്തൂർ ഭാഗത്തു നിന്നും 3 മുറി ഭാഗത്തേക്ക് പോയിരുന്ന ഗോപി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ നെല്ലിപ്പറമ്പിൽ വെച്ച് എതിർദിശയിൽ നിന്ന് വന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. ചാലക്കുടി കോനൂർ ക്ഷേത്രത്തിന് സമീപമുള്ള തോട്ടിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മേലൂർ പാലമുറി കുരിശ്ശേരി അന്തോണിയാണ് മരിച്ചത്. രാവിലെ സാധാരണ പോകുന്നത് പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം തോട്ടിൽ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന കോസ്മോസ് സ്വരൂപിക്കുന്ന സ്നേഹസ്പർശം കാരുണ്യനിധിയുടെ ധനശേഖരണാർത്ഥം ഫെബ്രുവരി 11 സംഘടിപ്പിക്കുന്ന മെഗാ സംഗീത നിശയുടെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രമുഖ വ്യവസായിയും പൂർവ്വ വിദ്യാർത്ഥിയും ന്യൂസിലാൻഡ്
അലൻ ഹോൾഡിംഗ്സിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ അഗസ്റ്റിൻ ആൻഡ്രൂ പെരേര ആദ്യ വിൽപ്പന സ്വീകരിച്ചു. പ്രമുഖ വ്യവസായി റോബൻ റോച്ച സംഗീത നിശയുടെ ടൈറ്റിൽ സ്പോൺസർ വിന്നേഴ്സ് കോച്ചിംഗ് സെന്റർ മാർക്കറ്റിംഗ് ഡയറക്ടർ മാധവ്, സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോജി ജോസഫ്, സംഘാടക സമിതി ജനറൽ കൺവീനർ ഹംസ വൈപ്പിൻ പാടത്ത, ജനറൽ സെക്രട്ടറി സാലി ലൂയിസ്, വർക്കിംഗ് ചെയർമാൻ വി കെ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഗീത നിശയിൽ ലോക പ്രശസ്ത ഗായകരായ വൈഷ്ണവ് ഗിരീഷ്, ജാസിം ജമാൽ, അമൻ, ശ്രീകുട്ടി രമണൻ, മുഹമ്മദ് റൌമിൻ, പ്രസി, അഹമ്മദ് നജാദ് തുടങ്ങിയവർ പങ്കെടുക്കും. പൈതൃക കലാരൂപങ്ങളുടെ പുതിയ ആവിഷ്കാരങ്ങളുമായി ചെന്നൈ VVS ഫൗണ്ടേഷൻ, സാമ ആർട്സ് USA എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ചാലക്കുടി മഹോത്സവം ആരംഭിച്ചു. പടിഞ്ഞാറെ ചാലക്കുടി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. വയലിൻ വിദ്വാൻ നെടുമങ്ങാടി ശിവാനന്ദന് വീരരാഘവ ഭാഗവതർ പുരസ്കാരം കൈതപ്പുറം സമർപ്പിച്ചു. കഥകളി അണിയറ ശില്പി രാധാമാധവനെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KV പോൾ ചടങ്ങിൽ അധ്യക്ഷനായി. ഫൗണ്ടേഷൻ CEO VVS മുരാരി, സംഘാടക ചെയർമാൻ ഡോക്ടർ CC ബാബു, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് നാരായണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ഓട്ടൻതുള്ളൽ, ത്രയം, കർണാട്ടിക് സംഗീത കച്ചേരി, നങ്ങ്യാർകൂത്ത്, മുടിയേറ്റ്, കഥകളി, ചാക്യാർകൂത്ത്, തെയ്യം തുടങ്ങി നിരവധി പരിപാടികൾ ഉൾപ്പെടുന്നതാണ് മഹോത്സവം. ഓർമ്മ പോയതിനെ തുടർന്ന് ആളൂർ കാൽവരിക്കുന്ന് ദേവാലയത്തിന് സമീപം റെയിൽവേ ട്രാക്കിൽ കിടന്നയാളെ പോലീസ് രക്ഷിച്ചു. ഉറുമ്പൻകുന്ന് എടത്താടൻ വീട്ടിൽ 58 വയസ്സുള്ള മാധവനാണ് ആളൂർ പോലീസിന്റെ കൃത്യമായ സേവനത്തിലൂടെ പുതുജീവൻ തിരികെ ലഭിച്ചത്. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ MP അമ്പിളിക്ക് രാത്രി 11 മണിയോടെ ലഭിച്ച വിവരത്തെ തുടർന്ന് ഇവർ ആളൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ആളൂർ പോലീസ് സ്റ്റേഷൻ നൈറ്റ് ഓഫീസർ സബ് ഇൻസ്പെക്ടർ ജെയ്സൺ TA, CPO ഹരികൃഷ്ണൻ, ഹോംഗാർഡ് ജോയ് എന്നിവർ സ്ഥലത്തെത്തി റെയിൽവേ ട്രാക്കിൽ കിടന്നിരുന്ന ആളെ വിളിച്ചിട്ടും എണിക്കാത്തതിനെ തുടർന്ന് 300 മീറ്ററോളം അയാളെ ചുമന്ന് റെയിൽവേ ട്രാക്കിലൂടെ നടന്ന് റോഡിൽ എത്തിക്കുകയും തുടർന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയും ചെയ്തു. ട്രാക്കിൽ ഇയാൾ കിടന്നിരുന്നതിന് സമീപനം മദ്യക്കുപ്പിയും ഗ്ലാസും പോലീസ് കണ്ടെത്തി. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണിൽ നിന്നാണ് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. കേരള ജൈവ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ജൈവ കർഷകരുടെ സംഗമം നടത്തി. കയ്പമംഗലം കൃഷി ഓഫീസർ MS അബീന ഉദ്ഘാടനം ചെയ്തു. ജൈവ കർഷക സമിതി ജില്ലാ പ്രസിഡന്റ് MC നിഷ അധ്യക്ഷത വഹിച്ചു. A പവിത്ര മാധവ് ഗാഡ്ഗിൽ അനുസ്മരണം നടത്തി. വിവിധ വിഷയങ്ങളെ അധികരിച്ച് അശോകൻ, PV വേലായുധൻ, PM ജെയിംസ് എന്നിവർ ക്ലാസ് നയിച്ചു. ജൈവ കർഷക സമിതി സംസ്ഥാന സെക്രട്ടറി B സതീഷ് കുമാർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വിനോദ് ചന്ദ്രൻ, സംഘാടക സമിതി ചെയർമാൻ MK ജിനൻ, കൺവീനർ MD സന്തോഷ് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ഐവിഷൻ ഹോസ്പിറ്റലും ബ്രെയിൻ ട്രീ സ്പെഷ്യൽ ട്രെയിനിംഗ് സെന്ററും സംയുക്തമായി ഭിന്നശേഷി കുട്ടികൾക്കായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് അൻപ് നടത്തുവാൻ തീരുമാനിച്ചതായി അധികൃതർ അറിയിച്ചു. ജനുവരി 28 ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 1 മണിയോടെ ഐവിഷൻ ഹോസ്പിറ്റലിൽ വെച്ചാണ് ക്യാമ്പ് നടത്തുക. ഡോക്ടർ B രാധാരമണന്റെ നേതൃത്വത്തിൽ നിരവധി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിലുണ്ടായിരിക്കും. വാർഡ് കൗൺസിലർ VJ ജോജി ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ B രാധാരമണൻ, സുമി ചോമോൻ, സുമി നിക്സൺ എന്നിവർ അറിയിച്ചു. ജനുവരി 28 ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 1 മണിയോടെ ഐവിഷൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ക്യാമ്പ് നടത്തുക. ഡോക്ടർ രാധാരമണൻ സാറിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരായ നിരവധി ഡോക്ടേഴ്സാണ് ക്യാമ്പിൽ ഉണ്ടായിരിക്കുക. വാർഡ് കൗൺസിലർ ശ്രീ VJ ജോജി സാറാണ് ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ ബ്രെയിൻ ട്രീ ഈ വർഷം 10 വർഷം കംപ്ലീറ്റ് ആവുകയാണ്. നിരവധി പ്രവർത്തനങ്ങളാണ് ബ്രെയിൻ ട്രീ കുട്ടികൾക്കായി ഭിന്നശേഷി രംഗത്ത് കുട്ടികൾക്കായിട്ട് കാഴ്ചവെക്കാറ്. കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഡിസംബർ 3-ാം തീയതി വേൾഡ് ഡിസേബിൾ ഡേ നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. കുട്ടികളുടെ കായിക പരിശീലനത്തിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് നിരവധിയായി ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് പുറത്ത് ടർഫിലൊക്കെ കൊണ്ടുപോയിട്ടാണ് കൊടുക്കുന്നത്. എല്ലാ വർഷവും നമ്മളൊരു സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാംസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വർഷം 10 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തുറന്നുകിടക്കുന്ന കോഴിത്തുരുത്ത് സ്രൂയിസ് വഴി കണക്കൻകടവിൽ ഓരുവെള്ളം കയറുന്നതിനാൽ പുത്തൻവേലിക്കരയിൽ കുടിവെള്ളം മുടങ്ങുന്നു. എത്രയും വേഗം സ്രൂയിസ് പുനർനിർമ്മിച്ച് ഓരുവെള്ളം കയറുന്നത് തടയാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ.
അന്നമനട മേലടൂർ ജംഗ്ഷനിൽ പത്രവിതരണക്കാരനെ ഇന്ന് പുലർച്ചെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പ്ലാശ്ശേരി വീട്ടിൽ വർഗീസിനാണ് വെട്ടേറ്റത്. ആക്രമണത്തിൽ വർഗീസിന്റെ ഇടതു കൈയിലെ തള്ളവിരൽ പൂർണ്ണമായും അറ്റു. കൃത്രിമ പാരുകൾ സൃഷ്ടിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന 7 ഫൈബർ വള്ളങ്ങളും അനുബന്ധ സാധന സാമഗ്രികളും അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസും ചേർന്ന് പിടിച്ചെടുത്തു. വള്ളങ്ങൾക്ക് 3.10 ലക്ഷം രൂപ പിഴ ചുമത്തി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.